അനേകം അഭിമുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കേരളക്കരയെ കരയിപ്പിച്ച ആ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം. കുടുംബമുള്ളവർ കാണുക, ഭാര്യയുള്ളവർ കാണുക, മക്കളുള്ളവർ കാണുക. അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു എൻ്റെ കരിയറും പ്ലാൻ ചെയ്തത്. ഒരു ദിവസം ഭയങ്കരമായ ഒരു അവസാനം ഒരു ദിവസം ഞങ്ങളെ വിട്ടു. അപ്പോൾ ഒരു സ്ഥിതി വന്നപ്പോഴേക്കും മനസ്സിലായി ഇനി ഇവൾക്ക് 3 മാസമുള്ളൂ. ഇതിൻ്റെ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അങ്ങ് ഉണ്ടായിരിക്കണം കൂടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിപ്പോൾ കൂടെ ഇല്ല, അങ്ങയുടെ ഭാര്യ. ഈ സംഗീതത്തിൻ്റെ യാത്രയിൽ പിന്നെ സംഘർഷഭരിതമായ ഒരു കരിയറിൻ്റെ പോക്കിലും എത്രത്തോളം അനിത എന്ന് പറയുന്ന വ്യക്തി താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട്? അവൾ മരിച്ചിട്ട് ഇപ്പോൾ 5 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പം ക്രിസ്മസ് ദിവസത്തിലാണ് അവൾ ഈ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ തുടങ്ങും. ഒരു 22-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് ഇത് കഴിയുന്നത്. പിന്നെ അന്ന് ഇലക്ട്രിക്കൽ ഫിറ്റിങ് പിള്ളേരെല്ലാം അവിടെ വന്ന് എല്ലാ വർഷവും അവളാ ചെയ്തത്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് വർഷങ്ങൾക്കുണ്ട് ഇതേ ട്രീ. അത് ഒരു ജനുവരി ഒരു 5-ാം തീയതി വരെ ഇവിടെ നിൽക്കും. പിന്നെ അത് പൊതിഞ്ഞ് കെട്ടി മുകളിൽ വെക്കും. അപ്പം ഇത്തവണ ഞാനത് ക്രിസ്മസിൻ്റെ ദിവസം ഞാൻ തന്നെ ഇത് വെച്ചു, സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളവർ കൂടി. അപ്പോൾ അവൾ പുറത്താണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പം വെസ്റ്റേൺ കൾച്ചറാണ്. എൻ്റെ വീട്ടിലെ സംഭാഷണ ഭാഷ പോലും ഇംഗ്ലീഷാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡും ഒക്കെ ഫോറിൻ ഫുഡാണ്. അപ്പം മക്കളും അങ്ങനെ ആയതുകൊണ്ട് ഞാനധികം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും. കാര്യം ചെറുപ്പം മുതലേ ഞാനങ്ങനെ ശീലിച്ചു പോയി. അമ്മ പഠിപ്പിച്ച് തരുന്നൊരു മലയാളം ഉണ്ടല്ലോ. എൻ്റെ ചേട്ടനും അങ്ങനെ, അവരുടെ വീട്ടിൽ ഇംഗ്ലീഷ് ആണെങ്കിലും ചേട്ടൻ മലയാളത്തിലാണ്. മക്കൾക്കും അതറിയാം, ഭാര്യയ്ക്കും അറിയാം. പക്ഷേ അവർ റിപ്പീറ്റ് ചെയ്യുമ്പം ഇംഗ്ലീഷാണ്. അതാണ് ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഭയങ്കര സ്വാധീനമാണ് ഈ മക്കളുടെ എല്ലാം. അതാണ് അന്ധകാലത്തൊന്നും വലിയ സാധനങ്ങളൊന്നുമില്ല, പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് അത് ഞാനതായിട്ടൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ അവരെന്ന് പറയും നിങ്ങൾ അതൊന്നും വെണ്ണയാ മറ്റതാ, ഇത് ടോമിനിങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് ഇതാണ് നല്ലത്, ഫോറിനേഴ്സ് അതല്ലേ കഴിക്കുന്നതെന്ന് പറയും. എനിവേ, അപ്പോൾ അവളെ എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെപ്പറ്റി ഒത്തിരി വിവാദ വാർത്തകളൊക്കെ വന്നല്ലോ. പക്ഷേ ഞാനതൊക്കെ അങ്ങ് പുല്ലുപോലെ വരവെടുത്ത് മുന്നോട്ട് പോയി. കാരണം എന്നെ അതൊന്നും ഏക്കത്തില്ല, ഞാൻ പിന്നെ ഇങ്ങനെ ബിസിയായിട്ട് അങ്ങ് ഇരിക്കും. പക്ഷേ ഇവൾ ഈ TV കാണുമ്പോഴും ഇവളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ച് പോവാം, വിഷമിച്ച് പോവാം. റെയ്ഡ് കീഡ് എന്നൊക്കെ പറഞ്ഞങ്ങ് വരികയല്ലോ. ഒരു കാലഘട്ടത്തിൽ എന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്ന രീതിയിലേ. അപ്പോഴും അപ്പം ഞങ്ങളെന്ത് ചെയ്ത് കുട്ടികളെ 2 പേരെയും ഇവിടുന്ന് അങ്ങ് മാറ്റി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വിട്ടപ്പോൾ അവിടെ ഈ വാർത്ത വരത്തില്ലല്ലോ. ഇവിടെ എന്നും പിള്ളേർ സ്കൂളിൽ ചെല്ലുമ്പോൾ പപ്പായ ഇത് കാണിക്കുന്നല്ലോ, പപ്പ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുക. അപ്പോൾ അവരങ്ങ് ഒരു സീൽഡായി. പക്ഷേ വൈഫ് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേരൊരിക്കലും ഫോട്ടോയൊന്നും പത്രത്തിൽ വരരുത് ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ ഒരിക്കൽ പോലും അപ്പം ഞങ്ങൾ തമ്മിൽ ആര് മരിക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരം. അപ്പോൾ എൻ്റെ ഒരു ജീവിതശൈലിയും ഈ ടെൻഷനും സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ അവൾ ഞങ്ങൾ 2 പേരും ഓർത്ത് ഞാൻ ആദ്യം മരിക്കും. പക്ഷേ അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും. അപ്പം ഞാൻ അവളോട് ചോദിക്കും, നീ കെട്ടുമോ, വേറെ കെട്ടുമോ? അപ്പോൾ ആദ്യം പറയും ഞാൻ കെട്ടും, സംശയം എന്നെ കരുതി ഇതൊക്കെ പിന്നെ ആരാ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറയും കെട്ടിയേ ഞാൻ പ്രേതമായിട്ട് കൂടും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിക്കും, നീ സത്യമായിട്ടും കെട്ടുമോ? ഒന്ന് കെട്ടിയത് തന്നെ ഇത്ര ഗതി കെട്ടി, ഇനി ഒന്നുകൂടെ എന്തിനാണ് കെട്ടുന്നത്? അപ്പോൾ ഞാൻ ചോദിക്കും, നീ എവിടെ പോയി ജീവിക്കും? ഓരോ എൻ്റെ ഇളയ സഹോദരിയുണ്ട് അങ്ങ് ന്യൂസിലാൻഡിൽ. ഞാൻ അവിടെ അടുത്ത് പോയി ഇവിടെ വെച്ച് താമസിക്കും. ഒരു രീതിയിൽ ഇവൾ ആദ്യം പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് 54-ാമത്തെ വയസ്സിൽ ആദ്യം ഇവൾക്ക് ക്യാൻസർ വരികയും പിന്നെ ഒരു മാലപ്പടക്കം പോകുന്ന പോലെ അങ്ങ് സ്പീഡിൽ പോവുകയാണ്. ഈ അർബുദത്തിൻ്റെ ഒരു വലിയൊരു സംഭവം. അത് മനുഷ്യനെ അങ്ങ് അത്ഭുതസ്പത്തരായി നിൽക്കുന്ന രീതിയിൽ അങ്ങ് പടരുകയാണ്. അപ്പോൾ ഒരു സ്ഥിതി വന്നപ്പോഴേക്കും മനസ്സിലായി ഇനി ഇവൾക്ക് 3 മാസമുള്ളൂ. അപ്പം കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നു, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ. പെട്ടെന്ന് കുട്ടികളുടെ കല്യാണം ഫിക്സ് ചെയ്യുന്നു, അത് നടത്തുന്നു. 1 മാസം കൊണ്ട് തന്നെ കല്യാണം നടത്തി. അടുത്ത 1 മാസത്തിനുള്ളിൽ ഇവൾ മരിക്കുമെന്നുള്ളത് അവൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്നെ കൃത്രിമമായിട്ട് ഒരു രീതിയിലും ജീവിപ്പിക്കരുത്. അപ്പോൾ അവളുടെ ഫാദറിന് അസുഖം വന്നപ്പോൾ ഇങ്ങനെ വെന്റിലേറ്ററിലിട്ട് 1.5 വർഷം ജീവിപ്പിച്ചു. അത് വെറുതെ ഒരു മാംസപിണ്ഡം പോലെ കിടക്കും, കാര്യമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ലെറ്റ് മീ ഗോ നാച്ചുറലി ആൻഡ് ഐ വിൽ വെയിറ്റ് ഫോർ യു ദർ യു കം. അതാണ് പുള്ളിയുടെ വന്നത്. അങ്ങനെ അവൾ 15 ദിവസം മാത്രമേ വേദന അനുഭവിച്ചുള്ളൂ. ബാക്കി 15 ദിവസം നോർമലായിരുന്നു. 15 ദിവസം ഭയങ്കരമായ അവസാനം ഒരു ദിവസം ഞങ്ങളെ വിട്ടുപോകുമ്പോൾ അവളെയും കൊണ്ട് ഞാൻ കൊണ്ടുപോകുന്ന അടക്കാൻ കൊണ്ടുപോകുന്ന ഒരു സിമിത്തേരി ഇവിടുന്ന് ദൂരമാണ്. അപ്പം അതിനകത്ത് ഇവളുടെ ബോഡി വെച്ച് ഞാനും കുട്ടികളും ഇരിക്കുമ്പോൾ ആദ്യം ഒരു പാട്ട് വരുന്നു, സമയമാമൃതത്തിൽ ഞാൻ എന്ന് പറഞ്ഞു. പള്ളിയിലെത്തുന്നതിന് മുമ്പ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോവാം. 2ാമത്തെ പാട്ട് നോക്കുമ്പോൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ട്, പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്ത് ചേരാൻ.
അപ്പോൾ ഭയങ്കരമായ വിഷം. അപ്പോൾ ഇവൾക്കും അറിയാം ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇവളിത് കേട്ടിരിക്കും. പക്ഷെ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും പാട്ടിനെ കുറിച്ച് ബാക്കി പറയുന്നതിന് മുമ്പ് ഒന്ന് കാണാം. അത് ഈ പറഞ്ഞതുപോലെ ഏതൊരു മനസ്സിനെയും തൊടുന്നൊരു പാട്ടാണ്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഒരു ഭാഗമുണ്ട്. ദേഹമെന്നൊരു വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ അടുത്തതേ. അതായത് വസ്ത്രം എന്ന് പറയുന്ന രീതിയിലാണ് ഈ ബോഡി. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് MG ശ്രീകുമാർ പറഞ്ഞു, എനിക്ക് ആകെ പേടിയാവുന്നു സാറേ. അതായത് ഈ ദേഹം എന്ന് പറഞ്ഞ വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ താഴ്ത്തവേ, ഭൂമി എന്ന കൂട് വിട്ട് ഞാൻ സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ മാലാഖമാർ ചോദിക്കുന്നു, നീ നിൻ്റെ ഇഷ്ടക്കാരെയൊക്കെ വിട്ടു പോന്നപ്പോൾ നിന്നോട് ദൈവം തന്നെ ചോദിക്കുക, നിൻ്റെ ഇഷ്ടക്കാരെ വിട്ടു പോന്നപ്പോൾ നിൻ്റെ മനസ്സ് വേദനിച്ചോ? അപ്പം അവൾ പറയുന്നു, ഇല്ല, ഞാൻ എത്തി സന്നിധി, നിൻ്റെ സ്ഥാനത്തെത്തി, ഇത്ര നാൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലം. അപ്പോൾ ഈ അന്ന് എഴുതിയ വരികളെല്ലാം എൻ്റെ ഭാര്യ എന്നോട് പറയുന്ന പോലെ തോന്നി. അതായത് ടോമിൻ എന്തിനാണ് കരയുന്നത്? ടോമിൻ തന്നെ പറഞ്ഞു ഞാൻ പോകുന്ന സ്ഥലം ഇല്ലാതാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഈ പാട്ട് അവിടെ വരുമെന്നുള്ളതോട്ട് ഓർത്തുമില്ല. സാധാരണഗതിയിൽ അടുത്തൊരിടത്താണ് അടക്കണ്ടേ. അപ്പോൾ അവിടെ ഈ മറ്റേ ഇങ്ങനത്തെ ഉള്ളിലേക്ക് വീഴുന്ന കോൺക്രീറ്റാണ്. അപ്പോൾ മറ്റേതാകുമ്പം ഒരു 3-4 വർഷക്കാലം നമുക്ക് കിട്ടും. അതുകൊണ്ട് അടുത്തൊരു പള്ളി കൊണ്ട് അതിനൊരു അരമണിക്കൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇതിങ്ങനെ. അപ്പം ഈ എൻ്റെ ജീവിതത്തിൽ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും ഏറ്റവും കൂടുതൽ ഒരു സംഭവമാക്കിയത് ആണ്. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. അന്ന് ചെയ്തപ്പോൾ അതൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു. പക്ഷേ ഇതൊരിക്കലും ജീവിതത്തിൽ വരുമെന്ന് ഓർത്തിരുന്നില്ല. പക്ഷേ ഇത് ഫാക്ട്. 54 വയസ്സിൽ പോയി. അപ്പോൾ 54 വയസ്സ് ടു ഏർലി. സാധാരണ എല്ലാവരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. ഞങ്ങളുടെ സർവീസിലെ ഒരേ ഒരു വിഡോവറാണ് ഞാൻ. ബാക്കി ആർക്കും, ചിലരൊക്കെ ഡൈവോഴ്സൊക്കെ ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിലും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവ് പോകുന്ന ആദ്യത്തെ ആളാണ് ഞാൻ. അതൊരു വലിയ, അവളെ ഉണ്ടായിരുന്നപ്പോൾ വില അറിഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അഷോർഡാണല്ലോ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു അഷോർഡ് സംഭവം എന്നാണല്ലോ ഓർക്കുന്നത്. അത് മാറുമ്പോൾ ഉള്ളൊരു വിഷമം അത് ഭയങ്കരമാണ്.